ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ല മഴയൊക്കെ ആട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗൊക്കെ ചെയ്യാന്ന്. എവിടേക്കും പോകുന്നൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. ഈ ഒരു ഡേ ഫുള്ളായിട്ട് ഒന്നുമില്ല വ്ളോഗിൽ. മോർണിംഗിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളും അൺബോക്സിങ്ങും ഒക്കെയാണ് ഞാൻ ഈ ഒരു വ്ളോഗിൽ ഉദ്ദേശിക്കുന്നത്. ഞാനങ്ങനെ എപ്പോഴും കേർട്ടൻസ് ഒന്നും നീക്കി വെക്കാറില്ല റൂമിൽ. എനിക്ക് അങ്ങനെ ഓവർ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അത്ര ഇഷ്ടമല്ല. ഇപ്പോൾ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഒരു ഡിമ്മായിട്ടുള്ള ചുറ്റുപാടായതുകൊണ്ട് ഞാൻ കേർട്ടൻസൊക്കെ നീക്കി വയ്ക്കും. പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചു. ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ മഴയത്ത് പുറത്തൊക്കെ പോകാൻ നല്ല ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു പുറത്തൊക്കെ ഒന്ന് നടക്കാനൊക്കെ പോയാലോ എന്ന്. പിന്നെ കുറച്ചു നേരം ഈ മഴയൊക്കെ പെയ്യുന്നത് നോക്കി നിന്നു. ആദ്യമൊക്കെ രാവിലെ ഞാൻ കോഫിയാണ് കുടിക്കാറ്. എനിക്ക് കോഫി നല്ല ഇഷ്ടമാണ്. പിന്നെ ഇപ്പം ആയിട്ട് ഒരു കപ്പ് ഹോട്ട് വാട്ടറാണ് കുടിക്കാറ്. പിന്നെ ഞാൻ മോർണിംഗിലുള്ള ജേർണലിങ്ങും ഞാൻ ഈ ഒരു ബുക്കിലാണ് യൂട്യൂബിൻ്റെ കാര്യങ്ങളും ഒക്കെ എഴുതി വയ്ക്കാറ്. അപ്പം അതൊക്കെ നോക്കുകയാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ അങ്ങനെ ജേർണൽസും കാര്യങ്ങളൊന്നും എഴുതാറില്ലായിരുന്നു. അതുകൊണ്ട് ആണ് ഈ പേജസൊക്കെ ഇങ്ങനെ തപ്പി പിടിക്കുന്നത്. ഞാൻ റൂം കംപ്ലീറ്റ് ആയിട്ട് ഒരു മേക്ക് ഓവർ പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു ഡെസ്കിൻ്റെ മുകളിലുള്ള ഈ ഒരു പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചൊരു പിങ്ക് ആയിട്ട് ഒരു കോട്ടേജ് കോർ ഒരു വൈബാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതൊക്കെ ഒന്ന് മാറ്റണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്ലാൻസ് മാത്രമാണ് ഇപ്പോൾ റൂമിലുള്ളത്. ഞാൻ റൂം മേക്ക് ഓവർ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അപ്പോഴത്തേക്ക് കുറച്ചുകൂടി പ്ലാൻസ് വാങ്ങിക്കണം എന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ഒരു ഡേയിൽ ഏറ്റവും ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യം ഇവൻ്റെ ഹെയർ കോംബ് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം ചില നേരത്ത് ഇരുന്ന് തരും, ചില നേരത്ത് ഒരു ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. പിന്നെ ഇങ്ങനെ ഹെയർ ആയിട്ടുള്ള ബ്രീഡ്സിനൊക്കെ നമ്മൾ ഡെയിലി ഹെയർ കോംബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടാങ്കിൾസ് വരുന്നതിനോണ്ട് ഞങ്ങൾക്ക് ഡെയിലി ഇതൊരു വലിയ ടാസ്ക് തന്നെയാണ്. ഇന്നിപ്പോൾ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് ചെയ്യാനും ഒക്കെ. സാധാരണ ഇങ്ങനെ എപ്പോഴും ഷേക്ക് ഹാൻഡ് ചോദിച്ചാലൊന്നും തരാറില്ല. അവൻ എന്തെങ്കിലും ഇഷ്ടമുള്ളത് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞാലൊക്കെയാണ് ഷേക്ക് ഹാൻഡും ഹൈഫൈയും ഒക്കെ തരിക. ഇന്നിപ്പം എല്ലാം നല്ല രീതിയിൽ ആയിട്ടുണ്ട്.
ഞാനങ്ങനെ ആദ്യമേ രാവിലെ കുളിക്കാറില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് കുളിക്കാറ്. ഇന്നിപ്പോൾ വ്ളോഗൊക്കെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ അതും ആദ്യമായി പോയെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് സ്കിൻ കെയർ ചെയ്യാൻ ഞാൻ ഡെയിലി സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്, പക്ഷേ സ്കിൻ അത് കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. ജെറീനെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, അവന് ലൈഫിൽ ഒരു സ്ട്രെസ്സും ഇല്ല. ആകെയുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളധികം ചിക്കൻ കൊടുക്കാത്തതും അവൻ്റെ ടോയ്സൊക്കെ എടുത്ത് വെക്കുന്നതുമായിരിക്കും. അതല്ലാണ്ട് അവൻ്റെ ലൈഫിലൊരു സ്ട്രെസ്സായിട്ടുള്ള കാര്യങ്ങളുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ ഒരു കോഫിയൊക്കെ കുടിച്ചു. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് മൂവിയാണ്. ഞാൻ ഒത്തിരി തവണ കാണാറുണ്ട്, എനിക്ക് അങ്ങനെ ബോറടിക്കാറേ ഇല്ല. പിന്നെ ഞാൻ കുറച്ച് സവാനയിൽ നിന്നും നൈക്കയിൽ നിന്നൊക്കെ വാങ്ങിച്ച പ്രൊഡക്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ഇയറിംഗ് സെറ്റായിരുന്നു. എൻ്റെ അടുത്ത് അങ്ങനെ ഹൂപ്സും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഇതൊരു ഹെയർ ക്ലിപ്പാണ്. ഞാൻ ഇങ്ങനത്തെ ഹെയർ ക്ലിപ്പ് അങ്ങനെ ഉപയോഗിക്കില്ലെങ്കിലും എനിക്ക് ഇങ്ങനത്തത് വാങ്ങിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഇതൊരു സിൽവർ ഹൂപ്സ് ആണ്. കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, കണ്ടപ്പോൾ ഇഷ്ടമായി. പിന്നെ ഉണ്ടായിരുന്നത് നൈക്കേൻ്റെ ബോക്സാണ്. ഇതും ഞാൻ നൈക്കയിൽ ഒരു സെയിൽ വന്നപ്പോൾ വാങ്ങിച്ചതാണ്. എൻ്റെ കയ്യിൽ മിനി പെർഫ്യൂംസ് ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു 2 എണ്ണം വാങ്ങിച്ചതാണ്. അതിൽ നൈക്കേൻ്റെ ആ പെർഫ്യൂം കൊള്ളാം, മറ്റേത് അത്ര പോരാ. അപ്പം ഞാൻ റിട്ടേൺ അയച്ചു. ഇത്ര സാധനങ്ങളാണ് ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിച്ചത്. ഈ ഒരു ലിപ് ബാം വാങ്ങിച്ച സമയത്ത് തന്നെ ഞാൻ പിൻട്രസ്റ്റിൽ ഇങ്ങനെ ഈ ലിപ് ബാമിന് ചാംസ് ഒക്കെ വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുന്നേ ചെയ്ത് വെച്ച കുറേ ചാംസും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ഇതിന് സ്യൂട്ടാവുന്ന ഒരു കളറ് നോക്കിയിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത്.
കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് വോയിസ് ഓവർ വീഡിയോ ആണ്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.